അടിപൊളി ഹോട്ടല്ലേ. കണ്ടിട്ട് അതല്ല കൊറേ കാലം നമ്മളിപ്പോ എവിടേലും പോണം പറയണേ. പോട്ടെ നമുക്ക് നാളെ വെള്ളി ഇൻഷാ അല്ലാഹ്. ഞാൻ റെഡി. മാറ്റാൻ പാടില്ല. അടിപൊളി സ്ഥലമുണ്ട്. സ്ഥലം സർപ്രൈസ് ആണ്, അത് പറയില്ല. അതവിടെ ചെന്നിട്ട് നമ്മള് കാണിച്ചു തരും. കാണുമ്പോ എല്ലാ റിയാക്ഷന് അത് നമുക്ക് കിട്ടണം. മുതലായില്ലെങ്കിൽ അപ്പൊ ഫുൾ ചെലവ് ഞാൻ ഏറ്റു. ആയിക്കോട്ടെ. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഫുള്ള് നമ്മൾ വാങ്ങാം. ഓക്കെ റെഡിയല്ലേ? ഓക്കെ ഓക്കെ, രാവിലെ കാണാം. വണ്ടി അതാണ് വരാം. ഓക്കെ, ശരി എന്നാ. ഓക്കെ എന്നായിക്കോട്ടെ. ഓക്കെ കാണാം. വലൈക്കും അസ്സലാം. എന്താ പരിപാടി സാറേ? ഒന്നുമില്ല, ഒരു ചെറിയ സ്ഥലം വരെ പോകണമെന്നുള്ള പ്ലാനിങ് ഉണ്ട്. എവിടുക്കാണ് സ്ഥലം പറയില്ലേ? എവിടുക്കാന്നില്ല, നമുക്ക് വഴിയെ കാണാം. ഇജ്ജ് പോരുണ്ടല്ലേ? ഞാൻ എവിടുക്ക തിളങ്ങിയുള്ളൂ. അത്രേ ഉള്ളൂ. ഫിഷ് മസാല തൊട്ട് എല്ലാ സെറ്റപ്പും. നമ്മൾ എവിടുക്ക പോണ്? എന്തിനാ പോണത്? ചട്ടി വൈബ് ആസ്വദിക്കാൻ പോടുക്കോ. അത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് പോവാം നമുക്ക്. ഓക്കെ, സെറ്റ്. യാത്രയിലെ പ്രഭാത ഭക്ഷണം ഏതാ മരുഭൂമിയിലാട്ടോ. ഒഴിഞ്ഞ മരുഭൂമിയിലാണ് ഞങ്ങൾ ഈ ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ അവിടുന്ന് കേട്ടോ, അവിടുന്ന് വാ. തായിഫിലെ മരുഭൂമിയില് ഈ കാഴ്ച കാണുന്നുണ്ടെങ്കില് അതിന്റെ നോക്കിങ്ങള് ഇതൊക്കെ കാണുന്നുണ്ടെങ്കില് ഒരു പ്ലാനിങ് മാത്രം നോക്കിയാണ് മണല്. അങ്ങനെ കുറച്ച് നേരം മരുഭൂമിയിലൊക്കെ കളിച്ച് അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം എത്തി. ഈ കാണുന്ന പുഴയായിരുന്നു ഞങ്ങൾക്ക് കാണാനുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ പുഴയുടെ അടുത്തെത്തി. കുറച്ച് നേരം അവിടെയൊക്കെ വെള്ളത്തിൽ ഫോൺ കൊണ്ടുപോയോ കളിച്ച് എല്ലാവരും വീണ്ടും നമ്മളെ കുട്ടിക്കാലത്തേക്ക് കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഈ വെള്ളത്തിൽ നിന്നൊക്കെ കയറി ഈ പുഴയുടെ വരുന്ന അതിൻ്റെ ഏറ്റവും തുടക്ക സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഓഫ് റോഡിലൂടെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഏകദേശം അതിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ പാറപ്പുറത്ത് കയറി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഏകദേശം 10 മണിയായിട്ടുള്ളൂ. ഓല പിറകിൽ ഞാനും തന്നെ മുകളിലേക്ക് കയറണം. അപ്പം മുകളിൽ നിന്ന് സുഫിയാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഇനി ആ മുകളിലെത്തുമ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, മക്കളെ ഇത് കാണുന്നുണ്ടെങ്കിൽ എങ്ങോട്ട് വരണം? നമ്മളെ കൂടെ വരണം. എത്ര കുളിച്ചല്ലേ? ബനെ കുളിക്കല്ലേ? കുളിക്കല്ലേ ചോദിക്കാം. മാറ്റുവാ
ഓക്കെ മീൻ പിടിച്ചാണ് വനാട് ഈ മീൻ പിടുത്താ മറ്റൊന്ന് ഫോണിൽ നിർബന്ധമല്ല മീൻപല പൊരിച്ചിട്ടത് മസാല പടം പറ്റിയാ അങ്ങനെ ഞങ്ങൾ പണ്ടൊക്കെ നമ്മൾ തോട്ടിൽ മീൻ പിടിച്ച മുകളിൽ എന്ത് ചെയ്താൽ അറിയോ തുണി എടുത്താണ്ട് മീൻ പിടിക്കുകയാണ്. ഇഷ്ടംപോലെ മീനുകളുണ്ട് കല്ലാങ്കാരും പെരലും. പക്ഷേ ഒന്നും കിട്ടണില്ല എന്നുള്ളൂ. ഒരുപാട് പരിശ്രമിച്ചു. കുറേ അവിടെ കോരിയിട്ടും ഇവിടെ കോരിയിട്ടും നമ്മൾ കോരുമ്പോഴത്തേക്ക് അപ്പുറത്തൊരു കല്ലിൻ്റെ കൂടി പാഞ്ഞു പോവാണ്. പക്ഷെ ഞങ്ങൾ അതൊന്ന് ചൂണ്ടിട്ടാണ് പരിപാടി തുടങ്ങാണ്. കല്ലും മുള്ളും എന്ന് പറഞ്ഞാൽ യാത്ര കേട്ടോ. നമ്മളെ ഈ പുഴയ്ക്ക് പോണ സ്ഥലത്ത് ഞങ്ങൾ പുഴൻ്റെ എന്താ പറയുക ഏറ്റവും മുകൾ ഭാഗത്തേക്ക് പോവാണ്. അവിടെ നല്ല അടിപൊളി സ്ഥലം. അത് പോകണമെന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മൾ കയറി പോകണം. ഇഷ്ടം പോലെ മീനാണ്. ഒരുപാട് മീനുകളുണ്ട്. ഓരോ പാറമൊന്നും ചാടി ചാടി അടുത്ത പാറമൊക്കെ പോവാം. അങ്ങനെ നോക്കട്ടെ. ഈ മീനാണ്, ഈ പൊയ്യിൽ നിന്ന് പിടിച്ച മീനാണിത്. ആ മീന് ഇവിടെ നിന്ന് നന്നാക്കിയിട്ട് ആണ് തിന്നണ രംഗം നമുക്ക് കാണാം. മീൻ നന്നാക്കുക ചെളുക്കല്ല, അത് കല്ലിട്ട് വരുന്നുണ്ട് വരുമോ? നീ കാണൂലല്ലേ നീ വേണ്ടേ? ആ ഞാൻ മതി പച്ചി മറ്റേത്തിന് വേണ്ടി കിട്ടിയേ മൂർച്ചല്ല മൂർച്ചല്ലാണ്ടല്ലോ നിങ്ങൾക്ക് അറിയാനിട്ട്. ഒരാൾ മീൻ നന്നാക്കണു, ഒരാൾ മൈദ വഴക്കണു ചൂണ്ടിടാൻ വേണ്ടിയിട്ട് അല്ലേ? ഇജ് ആലോചിച്ചോ എവിടെ ഇതൊക്കെ സ്ഥലം? സൗദി അറേബ്യയില്, അതും തായിഫില്. അത് നോക്ക ഇമ്മാതിരി സ്ഥലത്താണ് ഈ പരിപാടികളൊക്കെ. സുഫിയാനെ എത്തച്ച് പറയേ ഇതൊക്കെ ദുനിയാവില് പറഞ്ഞാല് ഇല്ലത് നീ അതന്നെ ആസ്വദിക്കുക അല്ലേ? ഒന്നും പറയാല്ല. നല്ല ഒഴുകണ വെള്ളത്തില് മീൻ പിടിച്ച അതിൽ മീൻ കഴുകുക, അത് കുക്ക് ചെയ്യുക അല്ലേ? എന്താ ഇതൊക്കെ ഇതൊക്കെ കണ്ടാണ്ട് ആൾക്കാരെ കൊതി വിടാന്നാ മതി. ഈ മസാല ഏതൊക്കെ മസാല മീൻ പിടിച്ച അങ്ങനെ നമ്മൾ ആ ചെറിയ കുറ്റി ഗ്യാസും കുറ്റിയൊക്കെ കഴിയുമ്പോൾ ഫിക്സ് ചെയ്ത് കത്തിച്ച് എണ്ണ ചൂടാവുണ്ടോ നോക്കാം ടെസ്റ്റിങ്ങിലാണ്. അപ്പോൾ ലെവലാക്കുക കേട്ടോ. നമ്മൾ പാറപ്പുറത്തുള്ള ഉള്ള പരിപാടിയൊക്കെ പുഴയിലാണ്. സത്യത്തിൽ നമ്മളെ നാട്ടിൽ മറ്റേ നിലമ്പൂർ ആട്ടിയമ്പാറൊക്കെ പോയിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കൂലേ, ആ ഒരു ഫീല്. അല്ല ഈ എണ്ണ എൻ്റെ അപ്പോൾ നോക്കണ്ടില്ലേ?
കത്തുണ്ടോ നോക്കണോ ഇല്ലേ കത്തുണ്ടോ എന്താ നമുക്കേടെ എന്താ നോക്കിയാൽ ഓരോ കാടിൻ്റെ ഉള്ളിലാണ് യാത്ര കൊട്ടും കാടാട്ടോ തായിഫിലെ കൊട്ടും കാടിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്ര കണ്ടിന് അപ്പോഴാണ് അതിൻ്റെ മുകളിൽ കുറേ കിളിക്കൂടുകൾ നമ്മുടെ നാട്ടിലത്തെ കൂരാറ്റക്കൂട് ഇത് നിങ്ങൾ എത്രങ്ങാനും കൂരാറ്റക്കൂട് അറിയാം കണ്ടില്ലേ ഇവിടെ കഥ അടിപൊളി കൂരാറ്റക്കൂട് അവിടെ ഉണ്ട് നമ്മളെ സുഹൃത്തുക്കൾ ഇതാ ഏയ് ഭായ് ക്യാ കരേഗാ ഭായ് കുക്കിംഗ് കരേഗാ എന്താണ് മീന് എന്താ നൂഡിൽസോ ഈ കാട്ടിന്റെ കൂടി ഇങ്ങനെ പോവാട്ടോ പൊളിയാടാ പൊളി മോട്ടെ പേടിച്ചണം എന്തൊക്കെ അനാക്കോണ്ട് ഉണ്ടാവണ കാടാണ് അപ്പോഴാണ് അവിടെ ഉണ്ട് നമ്മളെ രണ്ട് സുഹൃത്തുക്കൾ എന്താ അവർക്ക് പണി നോക്കാം നമുക്ക് ഏതാ മൂട് മോനെ മൂടില്ലേ അടുത്ത ചട്ടിക്ക് മീൻ പറ്റേ ആ മറ്റേ മീൻ മസാലത്തോടെ ഇവനാ മറ്റോടെ ഒക്കെ ഒക്കെ ഒപ്പടെ തിന്നാണ്ടാവുള്ളൂ അപ്പൊ പൊട്ടിക്കണേ അങ്ങനെ നൂഡിൽസ് കുക്കിംഗ് പുരോഗമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തന്നെ കുറച്ച് പൊടിയൊക്കെ ഇടുന്നുണ്ട്. നമ്മൾ റഫീക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അടി കൂടി പിന്നെ എണ്ണയും പാലും ഉണ്ടായിക്ക് സുഫിയാൻ എല്ലാം ഈ പുഴയെന്ന് വെച്ചിട്ട് തന്നെ കേട്ടോ. അങ്ങനെ നൂഡിൽസ് ഏകദേശമൊക്കെ വെന്തുകൊണ്ടേയിരിക്കുന്നത് തോന്നുന്നത് പുകന്തൊക്കെ പൊന്തുണ്ട്. ഇനി നൂഡിൽസ് ഏകദേശം വെന്തു എന്നാണ് റഫീക്ക് പറയണത്. അപ്പോൾ അതിനുശേഷം ഇനി ഒന്ന് കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിക്കുക. അപ്പോൾ നമ്മൾ ദേശം വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ്. കുളിച്ചതിന് ശേഷം ഭക്ഷണം എവിടുന്ന തീറ്റ അത് പാറപ്പുറത്ത് പോയി തന്നെ ഒക്കെ പോയിന്ന് ഭക്ഷണം കുളിക്കുക ഉണ്ടാക്കുക വേറെ തരം ലൈഫാണ് കേട്ടോ. നിങ്ങളെ കൊണ്ട് തന്നെ കജ്ജോളൊക്കെ മീൻ രസം കിട്ടൂലോ. ഏതാ മീൻ പോയിന്ന് പിടിച്ച മീന് അത് സൗദി അറേബ്യത്തെ പോയിന്ന് അടിപൊളി. അങ്ങനെ അപ്പോഴാണ് അവിടെ ഒരു പാകിസ്ഥാനികൾ 5 പാകിസ്ഥാനി ജീവിക്കാൻ വരുന്നുണ്ടായിരുന്നു. പക്ഷേ പാകിസ്ഥാനി നമ്മൾ ശത്രുവാണെങ്കിലും പക്ഷേ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ സഹായിച്ചു. അതിനൊരുപാട് നന്ദി. അൽഹംദുലില്ലാ നല്ല സുഭിക്ഷമായ ഭക്ഷണം, അതായത് നല്ല നാടൻ പുഴമീനും നൂഡിൽസും കൂടി കഴിച്ച് റഫീഖും സുഫിയാനും ഞാനും വളരെ ഹാപ്പിയാണ്. ഇനി അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. അപ്പോൾ ഈ വീണ്ടും ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് ആ പുഴയിലൂടെ തന്നെ യാത്ര പുറപ്പെടുകയാണ്. അടുത്ത ലക്ഷ്യസ്ഥാനം അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ, സി യു, മഅസ്സലാമ.